നമസ്കാരം. താമരശ്ശേരിയിലെ ഫ്രഷ് കട്ട് മാലിന്യ സംസ്കരണ കേന്ദ്രം, കോഴിയറവ് മാലിന്യ സംസ്കരണ കേന്ദ്രം അടച്ചുപൂട്ടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുതിയൊരു വാർത്ത കൂടെ വന്നിരിക്കുന്നു. നിങ്ങളൊക്കെ പലരും കേട്ടിരിക്കും. അറിയാത്തവർക്കായിട്ട് ഒന്നുകൂടെ വിശദീകരിക്കുകയാണ്. എല്ലാ ദിവസവും ഒരേ വാർത്ത തന്നെ പറയേണ്ട എന്ന് കരുതിയാണ് ഒരു ദിവസം ഗ്യാപ്പ് കൊടുത്തത്. പക്ഷേ സമ്മതിക്കില്ല. ഇവന്മാർ കാട്ടിക്കൂട്ടുന്ന അബദ്ധങ്ങളും ആളുകളെ കബളിപ്പിക്കുന്നതും കാണുമ്പോൾ എങ്ങനെയാണ് പറയാതിരിക്കുക? ഇനി ആദ്യം കുറേ ആളുകൾ കുറേ ദിവസമായി ചോദിക്കുന്നു, നിങ്ങൾ എവിടെയായിരുന്നു? ഈ ഭരണം മാറുന്നതിന് മുമ്പ് നിങ്ങൾ ഈ നാട്ടിലില്ലായിരുന്നു എന്ന്. അപ്പോൾ സുഹൃത്തുക്കളെ, എൻ്റെ ആദ്യത്തെ ഫേസ്ബുക്ക് പേജ് അതേപോലെ അക്കൗണ്ട് അത് ഒരു ഇസ്രായേൽ വിരുദ്ധ പോസ്റ്റിൻ്റെ പേരിൽ മെറ്റ അന്ന് തന്നെ അത് ഡിസേബിൾ ചെയ്ത് തുടങ്ങിയതായിരുന്നു. വന്നിരുന്നു. പിന്നീട് ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ അത് പൂർണ്ണമായും എൻ്റെ അക്കൗണ്ട് ഡിസേബിളായി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പേജ് ആക്സസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പോൾ പേജ് എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഞാനത് വീണ്ടും തപ്പി. അപ്പോൾ ആർക്ക് വേണം, ഞാനതിൻ്റെ ലിങ്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ കൊടുത്ത വീഡിയോയുടെ ഒരു ഭാഗം. നമസ്കാരം. താമരശ്ശേരിയിലെ ഫ്രഷ് കട്ട് മാലിന്യ സംസ്കരണ പ്ലാന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ നടത്തിയ സമരം നമുക്കറിയാം. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ശുദ്ധമായ കുടിവെള്ളവും വായുവും ഒക്കെ തന്നെ ഒരാളുടെ അടിസ്ഥാന അവകാശമാണ്. പെരുമാട്ടിയിൽ സമാധാനമായി സമരം നടത്തിയപ്പോൾ കൊക്കക്കോള എന്ന് പറയുന്ന ആഗോള ഭീമനെ പൂട്ടി നാട് പിടിക്കുന്നതിൽ അവിടുത്തെ ജനങ്ങൾ വിജയിച്ചു, സമാധാന സമരം നടത്തിയതുകൊണ്ട്. പക്ഷേ താമരശ്ശേരിയിൽ നടത്തിയ സമരം ചില ആളുകൾ അക്രമത്തിലേക്ക് തിരിച്ചുവിട്ടു എന്നുള്ളത് ശരിയാണ്. അത് കമ്പനി ഇറക്കിയ ഗുണ്ടകളാണോ അതല്ല ഈ സമരം ഹൈജാക്ക് ചെയ്യാൻ ചില മത തീവ്രവാദ ശക്തികൾ ശ്രമിച്ചോ എന്നൊക്കെ ആരോപണം ഉയരുന്നുണ്ട്. എന്തായാലും യഥാർത്ഥ പ്രതികളെ പോലീസ് കണ്ടെത്തണം. പക്ഷേ ആ സമരം, അതായത് കുടിവെള്ളം നിഷേധിക്കപ്പെട്ടവരും ശുദ്ധവായു നിഷേധിക്കപ്പെട്ടവരുമായ നാട്ടുകാർ നിരപരാധികളാണ്. അവർ സമാധാനപരമായ സമരത്തിനാണ് നേതൃത്വം കൊടുത്തത്. അവരെ തെരഞ്ഞുപിടിച്ച് കൂട്ടമായി അറസ്റ്റ് ചെയ്യുന്ന ശ്രമങ്ങളിൽ നിന്ന് പോലീസ് പിന്മാറണം. അവർക്ക് സ്വൈര ജീവിതം കൊടുക്കണം. ഇന്ന് വീണ്ടും അത് തുറന്ന് പ്രവർത്തിക്കുന്നു എന്നാണ് കേൾക്കുന്നത്. എനിക്ക് ബന്ധപ്പെട്ട അധികാരികളോട് അഭ്യർത്ഥിക്കാനുള്ളത്, ജനങ്ങളുടെ ശുദ്ധവായുവും കുടിവെള്ളവുമാണ് പ്രധാനം. അത് ഉറപ്പുവരുത്തിയിട്ട് മാത്രമാണ് ഇത്തരം സംവിധാനങ്ങൾ പ്രവർത്തിക്കേണ്ടത്. അപ്പോൾ മുഴുവൻ കൊടുക്കുന്നതിൽ കമൻറ്റ് ബോക്സിലുണ്ടാവും ഇതിൻ്റെ ലിങ്ക്. അപ്പോൾ ഒക്ടോബർ 31, 2025 ഒക്ടോബർ 31, 2025 ഞാൻ ഇക്കാര്യം വളരെ വ്യക്തമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് അധികാരത്തിലിരിക്കെ, ഞാനതിൻ്റെ ഭാഗമായിരിക്കെ ഈ കമ്പനി അടച്ചുപൂട്ടണമെന്നും ജനങ്ങൾക്ക് സ്വൈര ജീവിതം കൊടുക്കണമെന്ന് പരസ്യമായി പറഞ്ഞ ഒരാളാണ്. അപ്പം ബോധ്യപ്പെട്ടല്ലോ. തന്നെയുമല്ല, അതിനു മുമ്പേ തീയതി 22-ാം തീയതി 2025 ഒക്ടോബർ 22-ാം തീയതി ഇത് സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ട് എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞുകൊണ്ടത് വളരെ വ്യക്തമായിട്ട് വായു, കുടിവെള്ളം തുടങ്ങിയവ അടിസ്ഥാന ആവശ്യങ്ങൾ ഏതൊരു പൗരൻ്റെ അവകാശമാണ്. താമരശ്ശേരി ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ പ്ലാന്റ് വായു മലിനീകരണത്തോടൊപ്പം ജലമലിനീകരണവും നടത്തുന്നു എന്നാണ് ജനങ്ങൾ പരാതിപ്പെടുന്നത്. എൻ്റെ അന്വേഷണത്തിൽ യാഥാർത്ഥ്യവും അതാണ്. സമരങ്ങൾ സമാധാനപരമായി നടക്കണം, അത് അടച്ചുപൂട്ടണമെന്ന് പറയാൻ അന്നും ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഈ രണ്ട് ലിങ്കും എൻ്റെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അത് ആ വിഷയം അവിടെ തുറന്നാൽ നമുക്ക് മറ്റേ പ്രശ്നത്തിലേക്ക് വരാം. ഇന്ന് കഴിഞ്ഞ ദിവസത്തെ ഹൈക്കോടതി വിധി നിങ്ങളൊക്കെ കണ്ടിരിക്കും. ആ വിധിയിൽ കാണാത്തവർക്ക് കാണാൻ വേണ്ടിയിട്ട്, ലേണിംഗ് സ്റ്റാൻഡിംഗ് കൗൺസിൽ ഫോർ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് PCB വുഡ് സബ്മിറ്റ് ദാറ്റ് സച്ച് എ മീറ്റർ ഈസ് നോട്ട് അവൈലബിൾ ത്രൂ ഔട്ട് ഇന്ത്യ. നോക്കണം, ഈ ഓൾഫാക്ടോ മീറ്റർ എന്ന് പറയുന്ന ദുർഗന്ധം അളക്കുന്ന മെഷീന്, അത് അത്തരത്തിലുള്ള സംവിധാനം ഇന്ത്യയിൽ അത് എവിടെയും കിട്ടാനില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ അഭിഭാഷകയാണ്. ആ അഭിഭാഷക ആരാന്ന് നോക്കിയാൽ ഒന്നുകൂടിയും ലീഗുകാർക്കൊക്കെ ഒന്ന് തിരിയും. ലീഗിനും അവിടെ കുറച്ച് ബഹളം ഉണ്ടാക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്കൊക്കെ തിരിയണമെങ്കിൽ ആ അഭിഭാഷക ആരാന്നോട് നോക്കണം. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ അഭിഭാഷകയുടെ പേര് നല്ലോണം ശരിക്കും കേൾക്കണം. അന്ന ലിൻഡ ഈഡൻ. പരിചയമുണ്ടല്ലോ, നിങ്ങളെ പുതുതലമുറ MP ആണ്. ഹൈബി ഈഡൻ്റെ ഭാര്യയാണ്. അന്ന ലിൻഡ ഈഡനാണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ സ്റ്റാൻഡിംഗ് കൗൺസിൽ. അവരാണ് ഹൈക്കോടതിയിൽ പറയുന്നത് ദുർഗന്ധം അളക്കാൻ കഴിയില്ല, കാരണം അളക്കുന്ന ഒരു ഉപകരണം ഇന്ത്യയിലില്ല. എന്ന് വെച്ചാൽ ദുർഗന്ധമുണ്ട്, ഇപ്പോൾ അത് അളക്കാൻ കഴിയില്ല. ഇനി എനിക്ക് എൻ്റെ പ്രിയ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, നമ്മൾ ഈ ആമസോണിലൊന്നും പോയാലേ, അപ്പോൾ ദൂരമൊന്നും പോകണ്ട, ആമസോണിൽ പോയാൽ മതി. ആമസോണിൽ അപ്പോൾ അത് നോക്കിയാൽ ഇഷ്ടം പോലെ മോണിറ്ററുകൾ കാണാം. ഇവിടെ കാണാം, 25,000 രൂപക്ക് കിട്ടാനുണ്ട്. ലബാർട്ടിൻ്റെ HT 1805 4-in-1 ഗ്യാസ് മോണിറ്റർ ഉണ്ട്. 4 ഗ്യാസ് ഡിറ്റക്ട് ചെയ്യും. അങ്ങനെ വിവിധ ഉപകരണങ്ങൾ 25,000 23,000 രൂപ കൊടുത്താൽ ഇന്ത്യയിൽ ആമസോൺ നിങ്ങൾക്ക് 2 ദിവസം കൊണ്ട് തരും. അതും വേണ്ട. അപ്പോൾ അറിയില്ലെങ്കിൽ വെറുതെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി, ഓൾഫാക്ടോ മീറ്റേഴ്സ്. അപ്പോൾ ഈ കാലിക്കറ്റ് ഞാൻ അടിച്ച സമയത്ത് അതിൻ്റെ ഫോൺ നമ്പർ അടക്കം വന്നിരിക്കുന്നു. ഓർഗനൈസേഷൻ എലിക്സിർ എൻവിറോഡ് സിസ്റ്റംസ്, അഡ്രസ്സ് ജാഫർ ഖാൻ കോളനി, കാലിക്കറ്റ് 673006 കേരള. അതിൻ്റെ മൊബൈൽ നമ്പർ അടക്കം അതിൽ കൊടുത്തിരിക്കുന്നു. അതാണ് മീഡിയ വൺ ചാനലും കാണിച്ചതാണ്. ആ കമ്പനിയുടെ ജാഫർ ഖാൻ കോളനിയിലെ കമ്പനിയുടെ വീഡിയോ അവർ കാണിച്ചു, അവിടെ സാധനമുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട ലിൻഡ ഈഡൻ, പ്രിയപ്പെട്ട പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ബഹുമാനപ്പെട്ട അഭിഭാഷകരോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ഈ മാതിരി ഉഡായിപ്പ് കോടതിയിൽ പോയി പറയരുത്. പിന്നെ
യന്ത്രം ഇല്ലെങ്കിൽ മനുഷ്യൻ്റെ മൂക്കല്ല ഇതിനേക്കാൾ വലിയ യന്ത്രം. കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ 2 ജഡ്ജിമാർ നമ്മുടെ കുതിരവട്ടത്തെ മാനസികാരോഗ്യ കേന്ദ്രം നേരിട്ട് പരിശോധിച്ച് വലിയൊരു സംഭവമാണത്, മാറ്റമാണ്. പലരും പറയും ജുഡീഷ്യറി എക്സിക്യൂട്ടീവിൽ കടന്നു വന്നു, അതല്ല, അവർ ചെയ്തു വലിയൊരു കാര്യം. എങ്കിൽ എന്തുകൊണ്ട് ഇതിൽ ഈ നീതിപീഠം ഒരു ദിവസം ഈ ലിൻഡ ഈഡൻ അവർ ഒരു ദിവസവും ഈ ഫാക്ടറിയുടെ സമീപത്തുള്ള ഏതെങ്കിലും ഒരു വീട്ടിൽ ഒരു ദിവസം വന്ന് താമസിക്കട്ടെ? ഇഷ്ടംപോലെ വീടുകളുണ്ട്, അവിടെ എവിടെയെങ്കിലും ഒന്ന് വന്ന് താമസിക്കട്ടെ. വേണ്ട, ഫാക്ടറിക്ക് അടുത്ത് വേറെ എന്തെങ്കിലും അവരെ മൂക്ക് കൊണ്ടൊന്ന് വാസനിപ്പിക്കട്ടെ, എന്നിട്ട് പറയട്ടെ. അവരെ മൂക്ക്, ഞാനവിടെ പോയത് കൊണ്ടാണ് പറയുന്നത്, ആ മൂക്ക് പൊത്തി എനിക്ക് 2 ദിവസം വല്ലാത്ത പ്രയാസമുണ്ടായി. അപ്പോൾ അവരൊന്ന് മൂക്ക് കൊണ്ടൊന്ന് വാസനിപ്പിച്ചിട്ട് അറിയട്ടെ. അതല്ല, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ ജഡ്ജിമാർ ആരെങ്കിലുമൊക്കെ തന്നെ, അല്ലെങ്കിൽ അഡ്വക്കേറ്റ് കമ്മീഷൻ അവിടെ വന്നിട്ട് മൂക്ക് കൊണ്ടൊന്ന് പരിശോധിക്കട്ടെ ഉണ്ടോ. ഏറ്റവും വലിയ യന്ത്രം ദൈവം തന്ന മൂക്കാണല്ലോ. അപ്പോൾ ഈ മാതിരി അബദ്ധങ്ങൾ പറയരുത്. അപ്പോൾ നിങ്ങളെ പരിപാടി ഒളിഞ്ഞും തെളിഞ്ഞും എണ്ണത്തുണി കൊണ്ട് കയറി കൂടുന്നത് പോലെ ഫാക്ടറി പ്രവർത്തിക്കുകയും വേണം, ജനങ്ങളെ പറഞ്ഞ് പൊട്ടീസാക്കുകയും വേണം. ആ പരിപാടി നടക്കില്ല. ഒരു നിലപാടേ പാടുള്ളൂ. നിങ്ങൾ ഫാക്ടറി പൊട്ടിക്കാനാണെങ്കിൽ ആ പണിയെടുക്കണം. അല്ലാതെ ഒരു ഭാഗത്ത് ജനങ്ങളോടൊപ്പം സമരം മുദ്രാവാക്യം വിളിച്ചു കൊടുക്കുക, മറുഭാഗത്ത് ഈ മാതിരി പണിയെടുക്കുക, അത് വേണ്ട. നിങ്ങൾ ആ സമ്മാനം ഇനിയും എത്തിക്കണം കേട്ടോ. ആ സെക്രട്ടറി അവിടെ കാത്തിരിക്കുന്നുണ്ട്. സെക്രട്ടറി, കട്ടിപ്പാറ സെക്രട്ടറി ആ സമ്മാനം എത്തിക്കുമെന്ന് പറഞ്ഞ് എത്ര ദിവസമായി, അതെങ്കിലും ഒന്ന് എത്തിച്ചൂടെ? നിങ്ങൾ ഈ മാതിരി എന്താ ചെയ്യുക? അതുകൊണ്ട് ഇതിൽ തീരുമാനമാക്കണം. നമുക്ക് അത്രയേ പറയാനുള്ളൂ. നന്ദി, നമസ്കാരം.